VS-ൽ നിന്ന് പാർട്ടി തട്ടിയെടുക്കാണ് ശ്രീ പിണറായി വിജയൻ ആദ്യം ചെയ്തത്. കേരള രാഷ്ട്രീയം ഏറ്റവും അധികം മലിനമാക്കുന്നത് ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ, രണ്ട് PC ജോർജ്, ഒന്ന് KB ഗണേഷ് കുമാർ. ഗ്രൂപ്പിസം ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം പ്രബലമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ മോശമാകുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. KPCC-ക്ക് 58 സെക്രട്ടറിമാർ. ആലോചിച്ചു, നാണക്കേടല്ലേ? ഇപ്പൊ BJP-യെ വളർത്തിയതിൽ ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ LDF-ന്റെ ഭരണത്തിനൊരു പങ്കുണ്ട്. സ്വർണ്ണക്കൊള്ളയില്ലേ ശബരിമലയിലെ, അതിന്റെ ഗുണം കിട്ട UDF-നല്ല, BJP-ക്കാ. രാഹുൽ ജയിച്ച തവണ അവിടുത്തെ 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂ. ഇപ്പൊ സതീശന് പാര വയ്ക്കാനാണ് കോൺഗ്രസ് നടക്കുന്നത്. അത് തീരെ അന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. അറബിയിലൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ സിംഹത്തെ കൊല്ലുന്നതിന് മുമ്പ് അതിന്റെ തോൽ ഓഹരി വെക്കരുത്. കോൺഗ്രസിന്റെ 2ാം നിര വളരെ ശക്തമായിരുന്നു. അത് ആ പ്രതീക്ഷ മുഴുവൻ കളഞ്ഞത്. ഇപ്പോ ഷാഫി പറമ്പ്, വിഷ്ണുനാഥ്, ലിജു, PT ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തില്, അബിൻ വർക്കി, അങ്ങനെ ഒരു അത്രയും മികച്ച ഒരു 2ാം നിര CPM-ന് ഇല്ല. തിരിച്ചു വരുമെന്നൊക്കെ ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ എന്താ ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിണറായി വിജയന് 2ാം ഊഴം കൊടുത്ത ജനങ്ങളല്ല. പക്ഷെ പിണറായി വിജയന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്നത് VS അച്യുതാനന്ദനെ പോലെ ഒരു ജനകീയനായ നേതാവാണ്. അവിടെ നിന്നാണ് ഇത്രയും ധാർഷ്ട്യത്തിന്റെ മുഖമായ ഒരു മുഖ്യമന്ത്രി കേരളത്തെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, അല്ല അതിപ്പോ എന്താ വെച്ചാല് പിണറായിയിൽ നിന്ന് ഈ പാർട്ടി തട്ടിയെടുക്കാണ് ശ്രീ പിണറായി വിജയൻ ആദ്യം ചെയ്തത്. അച്യുതാനന്ദൻ ജനങ്ങൾ VS-ൽ നിന്ന് ഞാൻ എന്താ പറഞ്ഞത്, പിണറായിൽ നിന്ന്. അതാ, അതായത് ജനങ്ങള് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് VS മുഖ്യമന്ത്രിയാണെന്ന് വിചാരിച്ചിട്ടാ. അതെ, VS-ന് എന്ത് ചെയ്തു, ഫിഡിൽ കാസ്ട്രോ ആണെന്ന് പറഞ്ഞിട്ട് മേലോട്ട് തട്ടി അദ്ദേഹത്തെ നിയമ കമ്മീഷനും ആക്കിയിട്ട് മുതിർന്ന നേതാവായിട്ട് അദ്ദേഹത്തിന് ഒരു റിട്ടയർമെന്റ് കൊടുത്തു. അങ്ങനെയാണ് പിണറായി മുഖ്യമന്ത്രിയാവുന്നത്. പിണറായി മുഖ്യമന്ത്രിയാവെന്ന് പറഞ്ഞാൽ അത്തരം ഭൂരിപക്ഷം കിട്ടുന്നത്. പക്ഷേ 2ാമത്തത് ശരിക്കും ജനങ്ങളൊരു അബദ്ധം കാണിച്ചു തന്നെയാണ് വിചാരിക്കുന്നത്. ഈ 2ാം പിണറായി ഒന്നാം പിണറായി സർക്കാർ ഭേദമായിരുന്നേ. 1ാം പിണറായി സർക്കാർ ഭേദമായിരുന്നു. ഞാനൊക്കെ പറഞ്ഞാണ്. അതിന് എൻ്റെ കാര്യത്തിൽ ഞാൻ തെളിവ് പറയാം. ആ കാലത്ത് കൈരളി ചാനൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട്. എന്നെ വിളിക്കാതായതെപ്പോഴാ ഞാൻ സിൽവർ ലൈനിനെ എതിർത്തു. അത് എതിർത്ത് സിൽവർ ലൈനിന്റെ വകയിലല്ല, ആ കുടിയൊഴിക്കൽ ആലോചിക്കാൻ പറ്റും. കാരണം ഇവിടുത്തെ അനവധി വിമാനത്താവള നിർമ്മാണം, മറ്റേ തുറമുഖ നിർമ്മാണം, റെയിൽ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയൊക്കെ കുടിയൊഴിക്കലുണ്ടായി. ആ ജനങ്ങളൊക്കെ ശരിക്കും എല്ലാവരും നല്ല മഹാഭൂരിപക്ഷം തെരുവിലാവുക ഉണ്ടായത്. അവർക്ക് ചോദിക്കാനും പറയാൻ ആരില്ല. കാരണം അതൊരു സംഘടിത മേഖലയല്ല. ഒരു രാഷ്ട്രീയക്കാരനും ഒരു പാർട്ടിക്കാരനും ഒരു UDF LDF അവരെ ശ്രദ്ധിക്കില്ല. അങ്ങനെയാണ്. റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്, പുനരധിവാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരുടെ സാമാന്യ മര്യാദയിൽ പെടുന്നതല്ല. അവരിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒരാളെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള മട്ടിലെ അവിടെ ഒരു വോട്ടിന്റെ കേന്ദ്രീകരണം ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല. അതെ. അപ്പോൾ കേരളത്തിൽ ഇനി UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവർക്കിടയിൽ ഒരു പടലപ്പിണക്കങ്ങൾ, ഗ്രൂപ്പിസം ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം പ്രബലമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ മോശമാകുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഇവർ ഈ കോൺഗ്രസ്സുകാർക്കുള്ള ഒരു ഉപദ്രവം എന്താ വെച്ചാൽ, ഒന്നാമത് ഈ സ്ഥാനമോഹിയാണ്. ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം, KPCC-ക്ക് 58 സെക്രട്ടറിമാരുണ്ട്. ആലോചിച്ച് നോക്കൂ, നാണക്കേടല്ലേ? ഇപ്പോൾ കേരളത്തിലെ ഏത് നഗരത്തിൽ ഒരു ബസ് അപകടം ഉണ്ടായാലും 4 KPCC സെക്രട്ടറിക്ക് പരിക്ക് പറ്റും. അത്രയധികം KPCC സെക്രട്ടറിമാരുണ്ട്. ഒരു ബസ് അപകടമോ കാർ അപകടം ഉണ്ടായാൽ അപ്പോൾ KPCC സെക്രട്ടറി ഇന്നാണ്. 58 സെക്രട്ടറി പാർട്ടിയിൽ വന്ന് അടുത്ത ആഴ്ച പഞ്ചായത്ത് മെമ്പറാവണം, അടുത്ത കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം, അതിൻ്റെ അടുത്ത കൊല്ലം DCC സെക്രട്ടറി ആവണം, 2 കൊല്ലം കഴിയുമ്പോൾ KPCC സെക്രട്ടറി ആവണം. എന്താ അത്? അപ്പൊ ജനസേവനം എന്നൊരു പണി ഇവർക്കില്ല. ഇതെന്റെ പ്രശ്നം. ഇവരത് ആലോചിക്കുന്നില്ല, ഇവർക്ക് സ്ഥാനം കിട്ടാന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു മാറ്റം എപ്പോഴും നല്ലതാണ്. കോൺഗ്രസ് ചെയ്താൽ എല്ലാം നേരെയാവുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഞാൻ എപ്പോഴും കേരളത്തിൽ നല്ലത് LDF UDF LDF UDF ഇങ്ങനെ മാറി മാറി കളിക്കാൻ. അതിന്റെ തെളിവാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ 33 കൊല്ലം അവർ കോൺസിക്യൂട്ടീവായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചു. ഇപ്പൊ തുടർഭരണം കിട്ടിയാൽ നേരെയാവുന്ന ഒരു ഉദാഹരണമുണ്ട്, ജവഹർലാൽ നെഹ്റു. 17 കൊല്ലം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അത് ജവഹർലാൽ നെഹ്റുവിനെ പോലെ മഹാനായ ഒരാളുണ്ടായിട്ടാണ്. അത് അത്ര എളുപ്പമല്ല.
ഇപ്പോൾ ജ്യോതി ബസ്സും ആയിരുന്നില്ലേ അവിടെ, അടിച്ചു ചെറിയ ആളുള്ള ജ്യോതി ബസ്സും. അപ്പോൾ അവരുണ്ടായാലാണ് എല്ലാം നേരെയാവാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ നേരെയാവണം. വെസ്റ്റ് ബംഗാളിൽ എന്താ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് വല്ലയിടത്തേക്കും പോകണ്ട. അപ്പോൾ മുക്കത്ത് തുടങ്ങിയാൽ അറിയാം. അവിടെ ഇപ്പം ബാർബർ ഷാപ്പിൽ മുടി വിടുന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ പൊറാറ്റ അടിക്കുന്നത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പം മുക്കത്ത് പോയി മുടി പിടിക്കാൻ പോയി. കാരണം നമ്മൾ പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. അവന് മലയാളം അറിഞ്ഞൂടാ, നമുക്ക് ഹിന്ദി, അയാൾക്ക് ഹിന്ദിയാണ് അറിയുന്നത്. എന്തെങ്കിലും പറയുന്നത് ഹിന്ദിയാണ്, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മാറ്റം വരട്ടെ. ഞാൻ പറഞ്ഞതാ ഒരു മാറ്റം. മാർസാണ് പറഞ്ഞത്, മാറ്റമില്ലാതെ ലോകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മാറ്റമാണ്. അത് മാർസിന്റെ ഒരു സിദ്ധാന്തം. അതെ, ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് ചേഞ്ച് മാത്രമാണ്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ LDFും UDFും മാത്രമല്ല BJPയുടെ വളർച്ചയും കൂടെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം നോക്കുകയാണെങ്കിൽ BJP LDFിനെ പോലെ UDFിനെ പോലെ ഒരു പ്രബല പാർട്ടിയായി കേരളത്തിൽ വളരുമോ? അതിപ്പോ അടുത്ത ഇവരുടെ ഭരണം പോലെ ഇരിക്കും. കാരണം ഇപ്പൊ BJPയെ വളർത്തിയതിൽ ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ LDFിന്റെ ഭരണത്തിനൊരു പങ്കുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJPയെ വളർത്തിയതിൽ ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. ഇപ്പോൾ UPയിലോ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഒക്കെ എന്താ ഉണ്ടായത്? ഇവരുടെ പടലപ്പിണക്കങ്ങൾ, ഇവരുടെ അഴിമതി, ഇവരുടെ കെടുകാര്യസ്ഥത, ഇവരുടെ സ്വജനപക്ഷപാതം, ഇവരുടെ കൊള്ളരുതായ്മ, ഇതുകൊണ്ട് എല്ലാവരും RSS അല്ല ഹിന്ദു സമൂഹത്തിൽ. എന്താണ് ഒരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ. മറ്റൊരൊക്കെ ഉണ്ട്, അതായത് ഇപ്പം ലല്ലു പ്രസാദ് യാദവ്, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി ഇയാളുണ്ടല്ലോ UPയിലെ, അപ്പോൾ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി അത് മുഖ്യമന്ത്രിയായിരുന്നു. അവരുടെ ഒക്കെ അഴിമതിക്കെതിരായിട്ടുള്ളൊരു ഇത് ഇവർക്ക് ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയ്ക്കാണ് പലയിടത്തും BJP വന്നത്. മനസ്സിലായോ? അതേമാതിരി കോൺഗ്രസ് ഉത്സാഹിച്ചാൽ BJPയെ വളർത്താം. ഇപ്പോൾ CPM ഉത്സാഹിച്ച് വളർത്തി. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ആ സ്വർണ്ണക്കൊള്ളയില്ലേ ശബരിമലയിലെ, അതിന്റെ ഗുണം കിട്ട UDFനല്ല BJPക്കാ. അതെ, ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ BJP വളരും. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് രാജിവെച്ചാൽ ഇവർ പറഞ്ഞു ബൈ ഇലക്ഷൻ വന്നാൽ, ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ BJP ജയിക്കും, അതുകൊണ്ടാണ് രാജിവെക്കാത്തത്. ഇനി ഏത് ഇലക്ഷൻ വന്നാലും അവിടെ BJP ജയിക്കുള്ളൂ. കാരണം രാഹുൽ ജയിച്ച തവണ അവിടുത്തെ 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂ? ഈ ബാക്കിയുള്ള 139 മണ്ഡലങ്ങളിൽ ഇവർ ഇതിന് മറുപടി പറയണല്ലോ. അപ്പോൾ വിൻസെന്റ് വരും, എൽദോസ് കുന്നപ്പള്ളി വരും, രാഹുൽ മാങ്കൂട്ടത്തിൽ വരും. നിങ്ങൾക്ക് മറ്റു പറയാൻ വയ്യ. P ശശിയുടെ കാര്യമോ, PK ശശിയുടെ കാര്യമോ, KP ഗണേഷ് കുമാറിന്റെ കാര്യമോ, മുകേഷിന്റെ കാര്യമോ പറയുമ്പോൾ ഇതിങ്ങോട്ട് തിരിച്ചു പറയും, കഴിഞ്ഞില്ലേ? അപ്പുറത്ത് 4 ആളുണ്ട്, ഇപ്പുറത്ത് മറുപടി പറയണല്ലോ. എന്നിട്ട് സതീശൻ വളരെ കൃത്യമായൊരു നിലപാടെടുത്തു മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ. അതിന്റെ കൂടെ എത്ര നേതാക്കന്മാർ നിന്നു? കോൺഗ്രസിനകത്ത് എത്ര നേതാക്കന്മാർ നിന്നു? അദ്ദേഹം പറഞ്ഞ് ശരിയായിരുന്നില്ലേ? ഇപ്പൊ PV അൻവറിന്റെ കാര്യമാണെങ്കിലും മാങ്കൂട്ടത്തിന്റെ കാര്യമാണെങ്കിലും സതീശൻ പറഞ്ഞായിരുന്നു ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. PV അൻവർ എന്ത് അദ്ദേഹത്തിന് വല്ല രാഷ്ട്രീയം തിരിയും? അന്ന് രാജിവെക്കാൻ പാടില്ലല്ലോ. രാജിവെച്ചാൽ തൻ്റെ പാരമ്പര്യ ശത്രുവായ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിയാത്ത ആൾക്ക് എന്ത് രാഷ്ട്രീയ തിരിയാം? എന്നിട്ട് പിന്നെ അദ്ദേഹം വീണ്ടും മത്സരിക്കാം. ആലോചിച്ചു, 2 തവണ അവിടുന്ന് ജയിച്ച ഒരാള് രാജിവെക്കുന്നു. രാജിവെക്കരുത്. രാജിവെച്ചുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹം എവിടെ ഇല്ലാതായിപ്പോയത്. അന്ന് അദ്ദേഹത്തെ കൂടണ്ടെന്ന് സതീശൻ പറഞ്ഞു. പലർക്കും എതിരഭിപ്രായമായിരുന്നു. അത് സതീശൻ പറഞ്ഞ് ശരിയായി. മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സതീശൻ പറഞ്ഞ് ശരിയായി. ഇപ്പൊ ഇലക്ഷന്റെ കാര്യത്തിൽ സതീശൻ പറഞ്ഞ് ശരിയായി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നത് സതീശന് പാരവയ്ക്കാനാണ് കോൺഗ്രസ് നടക്കുന്നത്. അത് തീരെ അന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, ഇനി അടുത്ത മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് അത് അതിനെപ്പറ്റി അല്ല പറഞ്ഞത്. അതായത് ഒരു മുഖ്യമന്ത്രി ആരാകുമെന്ന് പറയാൻ പറ്റില്ല. അതിപ്പോ അവിടെ KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, സതീശനുണ്ട്, മുരളീധരനുണ്ട്. പോരെ, ഇത്രയാള് പോരെ? അല്ല, എനിക്കറിയില്ല. ഞാൻ ഇന്നയാള് മുഖ്യമന്ത്രി ആവണ്ടെന്ന് പറയാൻ ഞാൻ ആരും അല്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ ഞാൻ പറയുന്നില്ല. അത് അതിന് സമയമായിട്ടില്ല. അതായത് അറബിയിലൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ സിംഹത്തെ കൊല്ലുന്നതിന് മുമ്പ് അതിന്റെ തോലോഹരി വെക്കരുത്. തോലോഹരി വെക്കണം, സിംഹത്തെ കൊല്ലണ്ടോ? ഇലക്ഷൻ നടക്കണം, റിസൾട്ട് വരണം, നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടണം, എന്നിട്ട് വേണം മുഖ്യമന്ത്രി തീരുമാനിക്കാം. പിന്നെ ഇതിൽ വലിയ അന്യായം ചെയ്ത ഒരാൾ, കോൺഗ്രസിനോട് അന്യായം ചെയ്ത ആള് ശശി തരൂര. അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ ഇവിടുത്തെ
മൊത്തത്തിൽ UDF-നെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും അവരുടെ ആത്മവീര്യം തകർക്കുന്നതിലും മൊറയിൽ തകർക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്തത് വലിയ അന്യായം. അദ്ദേഹത്തിന് 3-4 വട്ടം തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിൽ പറഞ്ഞയച്ചു. ഒരു തവണ അദ്ദേഹത്തെ വിദേശകാര്യ സഹമന്ത്രിയാക്കി. കോൺഗ്രസ് അദ്ദേഹത്തോട് വലിയ മര്യാദ കാണിച്ചിട്ടുണ്ട്, തിരിച്ച് അദ്ദേഹം കാണിച്ചില്ല. ഇപ്പോഴത് ഏത് പാർട്ടിയാണെന്ന് എനിക്കറിഞ്ഞൂടാ, മാത്രമല്ല അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞൂടാ ഏത് പാർട്ടിയാണ്. കാരണം അതൊക്കെ ഇവിടുത്തെ നിഷ്പക്ഷ വോട്ടർമാരെ ബാധിക്കും. കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാകുന്നത് പാർട്ടി വോട്ടുകൊണ്ടല്ല, നിഷ്പക്ഷ വോട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ LDF UDF എന്നിങ്ങനെ മാറി മാറി കളിക്കുന്നത്. അതാണ് നിർണായക ശക്തി, ഡിസൈസീവ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അവരൊക്കെ ഭയങ്കരമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ശശി തരൂരും നിർവീര്യരാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇനിയും തിരികെ രാഷ്ട്രീയത്തിലേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് പല നിരീക്ഷകരും പറയുന്നത്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അധാർമികമാണ്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ ഇത്തരം അനവധി പ്രശ്നങ്ങളുണ്ടായിരുന്ന ആളെ KB ഗണേഷ് കുമാർ, അതേ മന്ത്രിയായില്ലേ? KB ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ വേറെ ഏതോ ഒരു സ്ത്രീയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവിഹിത ബന്ധം തിരിച്ചറിഞ്ഞ് അതിന് തെളിവ് കിട്ടി ഭർത്താവ് വന്ന് മന്ത്രിമന്ദിരത്തിൽ കയറി അദ്ദേഹത്തെ അടിക്കുകയും ചവിട്ടുകയും തുപ്പുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞത് ഞാനല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയാണ്, ഡോക്ടർ യാമിനിയാണ്. അതിവിടെ ആ വീഡിയോ ഒക്കെ എപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ അല്ലേ? അദ്ദേഹം ഇവിടെ പിന്നെ ജയിച്ചില്ലേ, പിന്നെ മന്ത്രിയായില്ലേ? അത് പറയാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസിന് അതിൻ്റെ മുഖം നഷ്ടപ്പെടും. കാരണം ഇപ്പോൾ M വിൻസെന്റിനേക്കാളും എൽദോസ് കുന്നപ്പള്ളിയേക്കാളും ആളുകൾ ശ്രദ്ധിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അത് മൂക്കാതെ പഴുത്തതാ, പാകത വരാത്തതിൻ്റെ കാര്യം അത്. അതെ, കോൺഗ്രസിന്റെ രണ്ടാം നിര വളരെ ശക്തമായിരുന്നു. അത് ആ പ്രതീക്ഷ മുഴുവൻ കളഞ്ഞത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ്, ലിജു, VT ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി, അങ്ങനെ ഒരു അത്രയും മികച്ച ഒരു രണ്ടാം നിര CPM-ന് ഇല്ല. അതെ, അത് ഇവർക്ക് ഉണ്ടായിരുന്നു. അത് മുഴുവൻ നശിപ്പിച്ച് ചെയ്യണം. അവരെ പറ്റിയൊക്കെ ആൾക്കാർക്ക് സംശയം. ഇപ്പം എനിക്ക് സംശയം, ഞാൻ ഇവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, മൊത്തത്തിൽ അതിൻ്റെ ശോഭ കെട്ടുപോയി. അത് സ്വന്തം പാർട്ടിയോട് ഏറ്റവും വലിയ അന്യായം ചെയ്തത് രാഹുലാണ്, മാങ്കൂട്ടത്തിൽ. തിരിച്ചു വരുമെന്നൊക്കെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്താ ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പിണറായി വിജയന് 2ാം ഊഴം കൊടുത്ത ജനങ്ങളല്ലേ, അവരദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗണേഷ് കുമാർ ഒരിക്കലും തോറ്റിട്ടില്ലല്ലോ, അദ്ദേഹം ജയിക്കില്ലേ. ഇപ്പോൾ ഗണേഷ് കുമാർ ഇനി ജയിക്കുകയില്ല എന്ന് പറയാൻ പറ്റും. PC ജോർജ് ആണ് ഇപ്പം ജയിക്കുകയില്ല എന്ന് പറയാൻ പറ്റുകയാണ്. കാരണം അദ്ദേഹത്തിന് ഈരാറ്റുപേട്ടയിലെ ആ പരിസരത്തുള്ള മുസ്ലിങ്ങളായിരുന്നു അദ്ദേഹത്തോട് ഏറ്റവും അധികം വിധേയത്വം കാണിച്ച്, അദ്ദേഹത്തോട് കൂറ് കാണിച്ച ആൾക്കാർ. അവരെ സങ്കല്പിക്കാൻ കഴിയാത്ത തെറി പറഞ്ഞ് അവരെ മാപ്പാക്കില്ല. ഇനി അദ്ദേഹത്തിന് അവിടെ യാതൊരു സാധ്യതയില്ല. പൂഞ്ഞാറിന് പുറത്ത് അദ്ദേഹത്തിന് ഒരു സാധ്യതയില്ല. അപ്പോൾ അദ്ദേഹം ഏത് BJP പോയിട്ട് എന്തായിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തെ അവർക്ക് ഒരു പ്രശ്നം കൊടുക്കാനുള്ള ഗവർണർ ആക്കേണ്ടി വരും. അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തെ രാജ്യസഭയിലേക്കോ ലോക്സഭയിലേക്കോ പഞ്ചായത്തിലേക്കോ ഒന്നും ജയിപ്പിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് വായ തുറന്നാൽ ഞാൻ പറഞ്ഞില്ലേ, 3 പേരാണ് കേരള രാഷ്ട്രീയം ഏറ്റവും അധികം മലിനമാക്കുന്നത്. 1 വെള്ളാപ്പള്ളി നടേശൻ, 2 PC ജോർജ്, 3 KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാർ കേരള നിയമസഭയിൽ പ്രസംഗിച്ചല്ലോ, സത്യമാണ് എൻ്റെ ദൈവം.